ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്തകൾ പലപ്പോഴും വല്ലാതെ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറയാനുള്ള കാരണം, ദൈവമക്കളിൽ ചിലർക്ക് കഷ്ടം വരുമ്പോൾ, കഷ്ടമെന്ന ആ പദം പറയുമ്പോൾ അതിനകത്ത് മനോവേദനയുണ്ടാകാം, രോഗങ്ങളുണ്ടാകാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാകാം, ഒറ്റപ്പെടലുകളുണ്ടാകാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ദൈവത്തെ വിളിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ദൈവം കൈവിട്ട് കളഞ്ഞു, ദൈവം കൂടെയില്ല, അയാളുടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. ദൈവത്തെ ശരിയാവണ്ണം മനസ്സിലാക്കാഞ്ഞത് നിമിത്തമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ആവർത്തിച്ച് അവിടെ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗമുണ്ട്. യഹോവ ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. 4 പ്രാവശ്യം അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ദൈവം ജോസഫിനോടുകൂടെ ഉണ്ടായിരുന്നു. 3-ാമത്തെ വാക്യത്തിൽ ദൈവം അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും ദൈവം സാധിപ്പിക്കുന്നു എന്നും കണ്ടു. 21-ാമത്തെ വാക്യത്തിൽ എന്നാൽ ദൈവം ജോസഫിനോടുകൂടെ ഇരുന്നു. 23-ാമത്തെ വാക്യത്തിൽ ദൈവം ജോസഫിനോടുകൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കിയിരുന്നു. നോക്കൂ, പല പ്രാവശ്യം എഴുതി വച്ചിരിക്കുന്നു ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ജോസഫ് ഈ 39-ാം അധ്യായത്തിൽ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ്! ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമുള്ള വേദനകളും മനപ്രയാസങ്ങളുമാണ് ഭക്തനായ ദൈവത്തിൻ്റെ ആത്മാവുള്ള ആ മനുഷ്യൻ നേരിടേണ്ടി വന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആളുകൾ തന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. താൻ ഏത് വിഷയത്തിലാണ് തെറ്റിദ്ധരിച്ചത് എന്നും കൂടെ ചിന്തിക്കുമ്പോഴാണ് തൻ്റെ വേദനയുടെ ആഴം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സ്ത്രീ വിഷയത്തിൽ ജോസഫിനെ തെറ്റിദ്ധരിക്കുകയാണ്. ജോസഫ് ഒരു മോശം മനുഷ്യനാണ്, വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ്, അവിശ്വസ്തനാണ് എന്നൊക്കെയുള്ള ധാരണ മറ്റുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് എത്രയോ വേദനാജനകമാണ്. തെറ്റ് ചെയ്തിട്ട് ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അതിൽ നമുക്ക് പരിഭവിക്കുവാനൊന്നുമില്ല. കാരണം തെറ്റ് ചെയ്തിട്ടാണ് നാം കഷ്ടം അനുഭവിക്കുന്നത്. എന്നാൽ തെറ്റ് ചെയ്യാതെ, നാം തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാതെ നമ്മെ ആളുകൾ ഒരു തെറ്റുകാരനെ പോലെ കാണുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ആ വേദന അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അത് എത്രമാത്രം വേദന ഉളവാക്കുന്ന ഒന്നാണ്. തെറ്റിദ്ധാരണ, മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുമ്പോൾ ആ മനസ്സിലുണ്ടാകുന്ന സന്തോഷമെന്ന് പറയുന്നത് കാറ്റും കോളും അടങ്ങിയ ഒരു കടൽ പോലെ ശാന്തമാകുന്ന ഒരു അനുഭവമാണ്. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്, മറ്റുള്ളവരെ നാം തെറ്റിദ്ധരിക്കുവാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ശരിതെറ്റുകൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ദൈവം കൂടെ ഉണ്ടായിരുന്ന മനുഷ്യനെ പോലും ആളുകൾ തെറ്റിദ്ധരിച്ചു എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ ജോസഫിനെ എത്രമാത്രം വിഷമത്തിലാക്കി കാണും എന്ന് ചിന്തിക്കുന്നത് തെറ്റില്ല. എന്നാൽ ജോസഫ് ഓരോ ആളുകളും തന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ താൻ അവിടെ തളരുന്നില്ല എന്നുള്ളതിവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്. ദൈവം തന്നെ കൊണ്ടുപോകുന്ന വഴി, ദൈവം തന്നെ പണിതെടുക്കുന്ന വിധങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു ബോധ്യം ജോസഫിനുണ്ടായിരുന്നു. അത് തൻ്റെ ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്കൊക്കെ ഒരു കാരണമായിരുന്നു. ഒന്നിനാലും താൻ തളർന്നു പോകുന്നില്ല എന്നുള്ളതൊക്കെ നമുക്ക് ജോസഫിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാണെങ്കിൽ തന്നെയും നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നാം നിരപരാധികളെ തെറ്റിദ്ധരിച്ച് അവരോട് ആ നിലയിൽ ഇടപെടുകയും കഷ്ടപ്പെടുത്തുകയും അവരെ മാറ്റി നിർത്തുകയും തമ്മിൽ കാണുമ്പോൾ അവരെ നോക്കി പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്.
എന്നാൽ സത്യം ഒരു ദിവസം പുറത്തു വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് യേശു ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യനാണ്. നാട് മുഴുവൻ നന്മ ചെയ്ത് ഭൂതങ്ങളെ പുറത്താക്കി ദൈവരാജ്യം പ്രസംഗിച്ച ക്രിസ്തുയേശു തെറ്റിദ്ധരിക്കപ്പെട്ടതുപോലെ ഈ ലോകത്തിൽ ആരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല. അവനെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ ലോകം പറഞ്ഞിട്ടുള്ളത്? ഭ്രാന്തനെന്നും ഭൂതങ്ങളെ കൊണ്ട് ശുശ്രൂഷ ചെയ്യിക്കുന്നവനെന്നും അങ്ങനെ എത്രയോ വേദനിപ്പിക്കുന്ന വാക്കുകൾ യേശുവിനെ നോക്കി ലോകം പറഞ്ഞു. പക്ഷേ അതൊക്കെ വെറും ശത്രുവിൻ്റെ ആയുധങ്ങളായിരുന്നു എന്ന് പിന്നത്തേതിൽ ആരോപിച്ചവരും ആക്ഷേപിച്ചവരുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കാരെയും കാരണം കൂടാതെ തെറ്റിദ്ധരിക്കാതിരിക്കാം. തെറ്റിദ്ധരിക്കപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം സത്യം പുറത്തു വരും. അന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നിന്നുള്ള ആദരവും പ്രശംസയും ഉണ്ടാകും. അതുകൊണ്ട് മടുത്തു പോകാതെ നമ്മുടെ പ്രവാസകാലം നമുക്ക് കഴിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഏറി വരികയാണ്. ഇനിയുള്ള കാലത്ത് ഇതിലും അപ്പുറമായ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ സംഭവിക്കുവാൻ പോകുന്നത്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ വിളിച്ച ദൈവം വിശ്വസ്തരാണെന്ന് എണ്ണിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയണം. അതിനുവേണ്ടി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ലോകം യോഗ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ചിലപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴൊക്കെ തളർന്നു പോകാറുണ്ട്. മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ കുഴഞ്ഞു പോകാറുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ ബലം നൽകി വചനം കേൾക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.